എല്ലാവർക്കും റേറ്റിംഗ് ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ MCX ബുള്ളിയൻ ആൻഡ് എനർജി സെക്ടറിന്റെ വീക്ക്ലി റിവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ലൊരു പുതുവത്സരം 2026 എല്ലാവർക്കും നേർന്നുകൊണ്ട് നമുക്ക് MCXന്റെ വ്യൂവിലേക്ക് കടക്കാം. അപ്പം നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, കുറച്ച് ദിവസങ്ങളായി എൻ്റെ വീഡിയോസ് ഒക്കെ കുറവായിരുന്നു. MCXന്റെ വീഡിയോസ് കൃത്യമായിട്ട് എല്ലാ ആഴ്ചയിലൊക്കെ വരുന്നുണ്ട്. നിങ്ങളത് യൂസ് ചെയ്യുന്നു എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പലരും മെസ്സേജ് അയക്കാറുണ്ട്, സാറേ എനിക്ക് നല്ല രീതിയിൽ ട്രേഡ് കിട്ടി, ഫോറക്സിൽ കിട്ടി, നല്ല രീതിയിൽ ട്രേഡിംഗ് കിട്ടി. കാരണം ഞാൻ XAUUSDയും XNGUSDയും ഫോറക്സ് മാർക്കറ്റിനെ വെച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ XAUUSDയിൽ നിങ്ങൾ പല ആൾക്കാരും പ്രോഫിറ്റ് ഒക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഒക്കെ അയച്ച് നല്ല രീതിയിലൊക്കെ റിപ്ലൈ ഒക്കെ എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ ഒരു ഹാപ്പിനെസ് ഒക്കെ എനിക്ക് കൃത്യമായിട്ട് നമ്മുടെ എന്തുവാണ് എല്ലാവരും വീഡിയോ കാണുമ്പോൾ എനിക്ക് ആ ഹാപ്പിനെസ് ഒക്കെ നിങ്ങളുടെ അടുത്ത് ഉണ്ട്. എല്ലാവർക്കും പ്രോഫിറ്റബിലിറ്റി ഉണ്ട്, നല്ല രീതിയിലേക്ക് ട്രേഡിംഗ് ഒക്കെ നടക്കുന്നുണ്ട്, കാര്യങ്ങൾ കൃത്യമായിട്ട് പോകുന്നു. അപ്പം ഇതിനൊരു വെൽ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു കൃത്യമായ രീതിയിൽ ഒരു പർപ്പസ്ഫുള്ളി ആൻഡ് ഫോക്കസ്ഫുള്ളി ആയിട്ട് നിങ്ങൾ ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്ത് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ വേണ്ടി ഈ വർഷം മാക്സിമം ശ്രമിക്കുക. ഞാൻ പറഞ്ഞില്ലേ, മാറാത്തതായി ഒന്നുമില്ല. നമുക്ക് നമ്മുടെ കഴിവും നമ്മുടെ ഇച്ഛാശക്തിയും നമ്മുടെ ഒരു എന്താണ് നമ്മൾ ആ ഒരു നിശ്ചയദാർഢ്യവും, അതായത് നമ്മൾ പറയുമ്പോൾ ആ ഒരു ട്രൂ ഗ്രിറ്റ് എന്ന് പറഞ്ഞ ആ ഒരു കാര്യവും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് തരും. കുറച്ച് താമസം പിടിക്കും, അതായത് എല്ലാ ആൾക്കാരും ഒരേപോലെ ബുദ്ധിയുള്ളവരാകണമെന്നില്ല. ചിലപ്പോൾ ഞാൻ ലേറ്റായി നിൽക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ഫാസ്റ്റ് ചിന്തിക്കും. അതേപോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ പോസിബിൾ ആണ്. അപ്പം അതുകൊണ്ട് ഈ വരാൻ പോകുന്ന വർഷം നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രേഡിംഗ് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ എന്താണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പലരും ചോദിക്കുമ്പോൾ ദൈവത്തോട് പറയണ്ട, ട്രേഡർ അല്ലേ ഞാനൊരു മനുഷ്യനാണ്. അപ്പം മനുഷ്യനപ്പം എന്നെ സംബന്ധിച്ചൊരു സൂപ്പർസ്റ്റിഷ്യസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഞാനൊരു നിരീശ്വരവാദിയൊന്നുമല്ല. സോ അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് അപ്രോച്ച് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ഗോൾഡ് കഴിഞ്ഞ നല്ല രീതിയിലൊരു അപ്വേർഡ് ജേണിയോടുകൂടിയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മുടെ നിങ്ങൾ നോക്കി അറിയാം ഗോൾഡ് അവസാനിച്ചത്. അതായത് XAUUSD അതായത് 45.50 എന്ന് പറഞ്ഞ ഒരു ഹയസ്റ്റ് ഡോളറിന്റെ ഹൈലെ ഭാഗത്തേക്കാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. പക്ഷേ ഈ തിങ്കളാഴ്ച ഞാൻ പ്രത്യേകം പറഞ്ഞു, നമ്മൾ പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ ചാൻസ് വളരെ കൂടുതലാണ്. ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ അങ്ങ് കയറിപ്പോ, പ്രത്യേകിച്ച് ബുള്ളിയൻസിന് ഒരു പരിധി വിട്ട് അങ്ങ് കയറിപ്പോയിക്കൊണ്ടിരിക്കും തോറും ലോകത്തുള്ള അക്രോസ് ദ ഗ്ലോബിലുള്ള ഈ ഹെഡ്ജിങ്ങിന്റെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നം വരും. കാരണം ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഗോൾഡ് എന്താണ് ഇമ്പോർട്ട് ചെയ്യുന്നത്, നമ്മുടെ ഈ ജ്വല്ലറിയും മറ്റു കാര്യങ്ങൾ. പക്ഷെ അക്രോസ് ദ വേൾഡിൽ നിങ്ങൾ നോക്കിയേ കഴിഞ്ഞാൽ ഹെഡ്ജിങ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഗോൾഡിനെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ അതുകൊണ്ട് പറയും നമ്മൾ ഇന്ത്യ വാങ്ങിച്ച സ്വർണ്ണ വില കൂടുന്നു, അങ്ങനെ ഒന്നുമില്ല, കൂടും. എന്നാൽ ചൈന നല്ല രീതിയിൽ ഗോൾഡിനെ ഇമ്പോർട്ട് ചെയ്യും. ലോകത്തെ ഏറ്റവും വലിയ ഗോൾഡ് പ്രൊഡ്യൂസറും ചൈനയാണ്, ഏറ്റവും വലിയ കൺസ്യൂമറും ചൈനയാണ്. അപ്പൊ ചൈന ഉണ്ടാക്കി ചൈന തന്നെ കൺസ്യൂം ചെയ്യും. കാരണം എന്താണ്, അമേരിക്കയെ പോലെയുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള കൺട്രീസിനെതിരെ, ഇന്ത്യക്കെതിരെ എല്ലാ കൺട്രീസിനെതിരെയും നല്ലൊരു ഫിസിക്കൽ ക്യാഷിന് വേണ്ടിയിട്ടാണ് എന്താണ് ഗോൾഡ് അല്ലേ ഫിസിക്കൽ. നമ്മളിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഏക്കർ ലാൻഡും നിങ്ങളുടെ കയ്യിൽ ഒരു 2 കിലോ സ്വർണം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്യാഷ് വെച്ചാൽ ആദ്യം കിട്ടുന്നത് സ്വർണത്തിനായിരിക്കും. ലാൻഡ് നിങ്ങളുടെ വാല്യുവേഷൻ നോക്കി തിരിച്ച് വന്ന് എല്ലാം കഴിഞ്ഞ് ഒരു 15 ദിവസം അല്ല 50 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ലോണൊക്കെ പാസ്സായിട്ട് വരും. അല്ലെങ്കിൽ ഒരു ബയർ വന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ പൊന്നും വില എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തല്ല ലാൻഡ് കഴിക്കണം. അതും ഒരു പെർഫെക്റ്റ് ഫുള്ളി ബയർ വന്നാൽ മാത്രം നിങ്ങൾക്ക് വിറ്റാൻ പറ്റുള്ളൂ. മറ്റേ നിങ്ങൾ കയ്യിലൊരു സ്വർണ്ണം ഉണ്ട്, കൊടുത്ത് ജ്വല്ലറി കൊടുത്തു നോക്ക്, ഗ്രാം റേറ്റിനായിട്ട് എത്രയാണ്, 100 അല്ലെങ്കിൽ 200 നിങ്ങൾ അപ്പം റെഡി ക്യാഷ് നിങ്ങളെ കയ്യിൽ കിട്ടും. അപ്പം ഫിസിക്കൽ ആയിട്ടുള്ള ഒരു മൊമെന്റേറിയൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഹെഡ്ജിങ് പർപ്പസ് ഒരു വിശ്വാസത്തോടു കൂടി ആൾക്കാർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്, ഹെഡ്ജ് ഫണ്ട്സ് അങ്ങനെയുള്ള ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങുന്നത് ഗോൾഡാണ്. അപ്പൊ ഗോൾഡിന് പ്രത്യേകിച്ച് ഇപ്പൊ ഗോൾഡ് അതേ ഒരു സിനാരിയോ ഞാൻ സിൽവറിൽ ഇപ്പം പ്രത്യേകിച്ച് പറഞ്ഞ കഴിഞ്ഞ 6 മാസം മറ്റേ ആൾക്കാർ ഒരു സേഫ്റ്റി മാർജിന് വേണ്ടിയിട്ട് സിൽവറിലേക്കും ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. സിൽവറിന്റെ റാലി നല്ല രീതി തന്നു. അപ്പൊ ഗോൾഡ് നിങ്ങൾ നോക്കി അറിയാൻ കഴിഞ്ഞ മൺഡേയിൽ നല്ല ഹെവി സെല്ലിംഗ് ആണ്, കിഡിലും ഹെവി സെല്ലിങ്ങോട് കൂടി താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം അന്ന് 4300 എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ഭാഗത്ത് അവൻ സപ്പോർട്ട് എടുത്തു. ആ ഭാഗത്തിന് ഇതും അതുകൂടാതെ മൺഡേയുടെ സെല്ലിംഗ് ടെയിലായ 4406 എന്ന് പറഞ്ഞ ഈ ഒരു സെല്ലർ ഉണ്ട്, ഈ സെല്ലിംഗ് ടെയിൽ ഉണ്ടല്ലോ സിംഗിൾ പ്രിന്റ്, ആ സിംഗിൾ പ്രിന്റിന്റെ ഹൈയിലെ ഭാഗത്തും സെല്ലിങ്ങിന്റെ ആക്ടിവിറ്റി റിവേഴ്സ് ചെയ്തു. അപ്പൊ എപ്പോഴൊക്കെ 4400 ഭാഗത്തെത്തുമ്പോൾ തിരിച്ച് ഇറങ്ങി 4300 വരുന്നു. നിങ്ങൾ നോക്ക്, ആദ്യം ഇവിടെ 4400 എത്തി, പിറ്റേ ദിവസം 4300 ഭാഗത്ത് വന്നു,
വീണ്ടും 4400 എത്തി. ഇന്നലെ നമ്മൾ ക്ലോസ് ചെയ്ത് 4332 ഭാഗത്തേക്ക് എത്തും. ചുരുക്കി പറഞ്ഞാൽ $4400 ഭാഗത്ത് ഗോൾഡിൽ ഒരു സെല്ലിംഗ് ആക്ടിവിറ്റി കാണുന്നുണ്ട്, 4300 ഭാഗത്ത് ഗോൾഡിൽ ഒരു ബൈയിങ് ആക്ടിവിറ്റി കാണുന്നുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വീക്ക് എന്ന് പറഞ്ഞാൽ ഗോൾഡ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു നോർമൽ ഒരു ഡൗൺവേർഡ് വീക്ക് എന്ന് പറഞ്ഞാൽ ഹെവി സെല്ലിംഗ് മൺഡേ സംഭവിച്ചു, ഒരു ഹെവി ഡൗൺവേർഡ് വീക്ക് ആയിരുന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടെ മൺഡേക്ക് ശേഷം വന്ന ലോവർ ലെവൽ പൊട്ടാതെ മാർക്കറ്റ് ഇവിടെ തന്നെ കിടന്ന് കളിച്ചത്. അപ്പം ഡൗൺവേർഡ് പ്രൊഫൈൽ വിത്ത് ബാലൻസ് ഇൻ ദി ലോവർ സ്ട്രക്ചറിലാണ് നമ്മുടെ ഗോൾഡ് ഈ കഴിഞ്ഞു പോയ വീക്കിൽ അവസാനിച്ചിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 4300 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഗോൾഡിന് ഒരു ഫ്രഷ് സെല്ലിംഗ് വരുള്ളൂ. അത് അപ് ടു ഈ 4210 വരെ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 4300 താഴെ ഗോൾഡ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 4210 താഴെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല 4400 മുകളിൽ അവ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 4466 4500 എന്ന് പറഞ്ഞാൽ തിരിച്ച് വീണ്ടും നമ്മുടെ മൺഡേയുടെ ഹൈ കഴിഞ്ഞു പോയ മൺഡേ ഈ കഴിഞ്ഞു പോയ മൺഡേയുടെ ഈ ഭാഗങ്ങളിലേക്ക് ഒരു മൊമെന്റേറിയൽ ആക്ടിവിറ്റി തരാനുള്ള ചാൻസ് ഗോൾഡിനെ സംബന്ധിച്ച് കൂടുതലാണ്. അപ്പം 4300 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഗോൾഡ് എങ്ങോട്ട് പോകാം, 4200 വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ 4200 എത്തണമെങ്കിൽ കണ്ണും മൂട്ടി അവിടെ വെച്ച് ഗോൾഡ് ബൈയിങ് ചെയ്യാം. ഒരു കിഡിലെ റിവേഴ്സൽ റാലി ഗോൾഡ് തരും. സോ ഞാൻ ഗോൾഡിൽ ഡിപ്പ് സെല്ലിങ് ഞാൻ സെല്ല് ചെയ്തെടുക്കുന്നില്ല. ഞാൻ ആസ് എ ട്രേഡർ നിലയിൽ ഞാൻ ഗോൾഡിന് അപ്രോച്ച് ചെയ്യുന്നത് 4300 പൊട്ടിയാൽ ഒരു ട്രേഡർ എന്ന നിലയിൽ നിങ്ങൾക്ക് 4210 വരെ എയിം ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു ട്രേഡിംഗ് അപ്രോച്ച് ഞാൻ താഴേക്ക് പൊട്ടിയാലും ഞാൻ 4220 4230 ഭാഗത്ത് എത്തുമ്പോൾ ഗോൾഡ് ബൈയിങ്ങിനെ കുറിച്ചായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. ഇല്ല ഇനി നെക്സ്റ്റ് ലെവൽ ബൈയിങ് എന്ന് പറഞ്ഞാൽ 4400 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 4434 4480 4500 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് ഗോൾഡ് പോകാനുള്ള ചാൻസ് ഗോൾഡിനെ സംബന്ധിച്ച് കൂടുതലായിരിക്കും. എന്നെ സംബന്ധിച്ച് ഇത് ഇനി കുറച്ച് സമയം കൂടെ ഈ ഒരു ബാലൻസ് വേണമെങ്കിൽ ഗോൾഡിൽ കണ്ടിന്യൂ ചെയ്യാം. 4400 4300 ഇടയ്ക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല എങ്കിൽ ഇതിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ബ്രേക്ക് വന്ന് ഒരു കിടിൽ ഒരു $80 മൂവ്മെന്റ് അപ്പ് സൈഡോ ഡൗൺ സൈഡോ തരാനുള്ള ചാൻസ് ഗോൾഡിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇതാണ് XAUSDയുടെ എൻ്റെ ഫോറക്സിലുള്ള വ്യൂ. ഇത് വെച്ചായിരിക്കും ഞങ്ങളുടെ എനിക്ക് MCXന് ട്രേഡ് പ്ലാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന സപ്പോർട്ട് പ്ലാൻ എന്ന് അറിയാലോ. അപ്പൊ ഇത് XAUSDയും XNDUSDയും വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അത് വെച്ചിട്ടാണ് നമ്മൾ XAUSDയും XAGUSD യൂസ് ചെയ്തിട്ടാണ് ഞാൻ അത് വെച്ചാണ് MCXൽ കോൾസ് കുട്ടോ അല്ലെങ്കിൽ കോളോ ഒക്കെ ഞാൻ എൻ്റെ ട്രേഡിംഗ് ഗ്രൂപ്പിന് മെമ്പേഴ്സിന് സജസ്റ്റ് ചെയ്യുന്നത്. സോ അത് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എന്നെ തമിഴിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ അവർ ബാക്കി ഡീറ്റെയിൽസ് അയച്ചു തരും. അപ്പൊ ഗോൾഡിനെ സംബന്ധിച്ചൊരു എന്താണ് 4300 താഴെ ഒരു ബെയറിഷ് മൂവ്മെന്റും 4220 വരെയുള്ള ചാൻസ് ഉണ്ട്. $80 താഴേക്കും. ഇല്ല 4400 പൊട്ടുകയാണെങ്കിൽ $80 $100 മുകളിലോട്ടും പോകാനുള്ള ചാൻസ് ഗോൾഡിനെ സംബന്ധിച്ച് കൂടുതലായിരിക്കും. ഇല്ല എങ്കിൽ ഈ 4300 4400 എന്ന് പറഞ്ഞ റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി സിൽവറിനെ കുറിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിൽവറും മൺഡേയിൽ നല്ല ഹെവി സെല്ലിംഗ് ആണ്. പ്രഷ്യസ് മെറ്റലിൽ അക്രോസ് സെക്ടറിൽ അടിപൊളി അടാറ് സെല്ലിംഗ് മൺഡേ സംഭവിച്ചു. ആ മൺഡേയുടെ ലോവർ സ്ട്രക്ചറിന്റെ അവിടെ തന്നെ $70 ഭാഗത്ത് സിൽവറിൽ നല്ല രീതിയിൽ ഒരു ബൈയിങ് മൊമെന്റം കാണുന്നുണ്ട്. $77 ഭാഗത്ത് സിൽവറിൽ ഒരു സെല്ലിംഗ് മൊമെന്റം കാണും. ചുരുക്കി പറഞ്ഞാൽ $77നും $70 ഇടയ്ക്ക് 70 എന്ന് പറഞ്ഞാൽ ഞാനൊരു 63 ഈ ഒരു ഏരിയ വെച്ചേക്കുക. $77നും $69 ഇടയ്ക്കുള്ള ഈ $8 കിടന്നാണ് ഒരു 10-12% മൂവ്മെന്റിലാണ് ഈ മൂവ്മെന്റിലാണ് ഈ സിൽവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഫ്രഷ് ബൈ എന്ന് പറഞ്ഞാൽ $77 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ എടുക്കാം. അത് $81 ഭാഗത്തും $84 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇല്ല ഈ $69 ഭാഗത്ത് എത്തുമ്പോൾ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കും. ഈ $69 പൊട്ടുകയാണെങ്കിൽ മാത്രമേ സിൽവറിനെ സംബന്ധിച്ച് $66 65 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഗോൾഡിന്റെ അപ്രോച്ച് എങ്ങനെയാണോ സെയിം അപ്രോച്ചാണ് ഞാൻ സിൽവറിനും കൊടുക്കുന്നത്. നമ്മുടെ വീക്കിലി ഒരു ട്രെൻഡ് ഡൗൺ വിത്ത് എ ബാലൻസ് ആണ്. അതായത് മൺഡേ തന്നെ ഡൗൺ ആയി കഴിഞ്ഞു, പിന്നെ ആ ഭാഗത്ത് ലോവർ സ്ട്രക്ചറിൽ തന്നെ ഒരു ബാലൻസ് ആണ് അവൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ഒരു ട്രെൻഡിങ് പ്രൊഫൈൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല ഗോൾഡിനും സിൽവറിലും. സോ ഗോൾഡിന് ഞാൻ 4270 4220 ഭാഗത്തൊക്കെ ഞാൻ എങ്ങനെയാണോ ബൈയിങ് ഡിപ്പ് എടുക്കുന്നത്, അതേപോലെ $69 ഭാഗത്ത് എത്തുമ്പോൾ സിൽവറിലും ഞാൻ ഒരു ബൈ ഓൺ ഡിപ്പ് എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജി ആയിരിക്കും ഞാൻ എടുക്കുന്നത്. $77 മുകളിൽ $81 $85 ഭാഗത്തേക്ക് പോവാം. ഇല്ല $69 പൊട്ടുകയാണെങ്കിൽ മാത്രം സിൽവറിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. അത് $65 വരെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാണ് സിൽവറിനെ സംബന്ധിച്ചുള്ള പൊതുവെയുള്ള വ്യൂ. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ബുള്ളിയൻ സെക്ടറിൽ ഞാനൊരു ബാലൻസ്ഡ് മോഡിലേക്കാണ് മാർക്കറ്റ് വരുന്നത്. ഈ $77 സിൽവർ മുകളിലോട്ട് പൊട്ടുവാനോ അല്ലെങ്കിൽ ഗോൾഡ് $4400 പൊട്ടുകയോ ചെയ്യാൻ മാത്രമേ വീണ്ടും മാർക്കറ്റ് ഒരു ഇംബാലൻസ് മോഡിലേക്ക് അപ്സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് ബുള്ളിയൻസിൽ ഞാൻ കാണുന്നുള്ളൂ. ഇത് വെച്ച് നിങ്ങൾക്ക് MCXൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി എനർജി സെക്ടർ.
നിങ്ങൾ ക്രൂഡ് ഓയിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ കഴിഞ്ഞ ഈ തിങ്കളാഴ്ച തൊട്ട് ഈ 5 ദിവസവും പക്ക ഒരു ചെറിയൊരു ന്യൂട്രൽ സ്റ്റീം ഡൗൺ ആണ്. ഒരു ന്യൂട്രൽ സ്റ്റീം ഡൗൺ ആയിട്ടാണ് ഈ ഒരു ക്രൂഡ് ഓയിൽ നിൽക്കുന്നത്. നമ്മുടെ ഈ 5100-നും 5300-നും ഇടയ്ക്കുള്ള $200 അകത്താണ് കിടന്നാണ് ക്രൂഡ് ഓയിൽ നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ എനർജി സെക്ടറിൽ ക്രൂഡ് ഓയിൽ ഒരു ബാലൻസ് ഫോർമേഷൻ ആണ്. ഈ 5080-ന്റെ ഭാഗത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈയെ കുറിച്ച് ചിന്തിക്കാം. 5300 പൊട്ടാത്തത്തോളം കാലം അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു പുട്ടിനെ കുറിച്ച് ചിന്തിക്കാം. ഈ ഒരു 200 രൂപയുടെ 210 220 പോയിന്റിനകത്ത് കിടന്ന് ക്രൂഡ് ഓയിൽ ഒരു ബാലൻസിങ് മൂവ്മെന്റ് തടയാണ്. സോ എന്നെ സംബന്ധിച്ച് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇപ്പോഴും ഉണ്ട്. 5100-ന് മുകളിൽ 5180 ഈ ഒരു BWAP 5176-ന് മുകളിൽ ക്രൂഡ് ഓയിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് 5248 എന്ന് പറഞ്ഞാൽ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് ഒരു മെയിൻ റിവേർഷൻ ട്രേഡ് പോസിബിൾ ആണ്. ഇത് ന്യൂട്രൽ സ്റ്റീമിന്റെ ട്രേഡ് സെറ്റപ്പ് വെച്ചുള്ള ട്രേഡ് സെറ്റപ്പ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് പോസിബിൾ ആയിരിക്കും. അത് അങ്ങനെ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാനൊരു ട്രേഡ് ഒരു മൊമെന്റേറിയൽ ആക്ടിവിറ്റി ക്രൂഡ് ഓയിലിന് വരുന്നുണ്ടെങ്കിൽ 5300 പൊട്ടി സസ്റ്റെയിൻ ചെയ്യും മുകളിലോട്ട് പോകണം. ഇല്ല എങ്കിൽ 5080 തട്ടി താഴെ നിൽക്കണം. ഇല്ല എങ്കിൽ മാത്രമേ ഞാൻ ഇല്ലെങ്കിൽ റേഞ്ചാണ് 5300 പുട്ടെടുക്കുക, 5080 കോൾ എടുക്കുക. ആ ഒരു ആക്ടിവിറ്റി മാത്രമേ ഇപ്പൊ ഞാൻ ക്രൂഡ് ഓയിലിനെ കുറിച്ച് പറയുന്നുള്ളൂ. നാച്ചുറൽ ഗ്യാസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം സെല്ലിംഗ് മൊമെന്റേറിയൽ ആക്ടിവിറ്റി വീണ്ടും കിടപ്പുണ്ട്. അതായത് 366 370-ന്റെ ഭാഗത്ത് ഇപ്പോഴും നാച്ചുറൽ ഗ്യാസിൽ സെല്ലിംഗ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ ആ പ്രൊഫൈലിലെ വാല്യൂയുടെ ഹൈയുടെ ഭാഗത്ത് വാല്യൂയുടെ ലോയുടെ ഭാഗത്ത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഇപ്പോഴും നാച്ചുറൽ ഗ്യാസിൽ ഫീൽ ചെയ്യുന്നുണ്ട്. 367 68 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നാച്ചുറൽ ഗ്യാസിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അത് 390-ന്റെ ഭാഗത്തേക്ക് പോകാനും ഇൻ കേസ് 413 വരെ പോകാനുള്ള ചാൻസ് നാച്ചുറൽ ഗ്യാസിനെ കുറിച്ച് കൂടുതലാണ്. ഇല്ല, നാച്ചുറൽ ഗ്യാസ് 320-ന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്ന നാച്ചുറൽ ഗ്യാസിൽ ഫ്രഷ് സെല്ലിംഗ് വരാം. ആ സെല്ലിംഗ് നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് ഈ ഒരു ഗ്യാപ് സോൺ ഉണ്ടല്ലോ, നമുക്ക് ഈ ഒരു ഗ്യാപ് സോൺ അല്ലായ 290 വരെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 368-ന് മുകളിൽ മാത്രമേ നാച്ചുറൽ ഗ്യാസിന് ഒരു ബൈ ഉള്ളൂ. 320-ന് താഴെ മാത്രമേ ഒരു സെല്ലുള്ളൂ. ഇല്ല എങ്കിൽ അവൻ 367-നും 320-നും ഇടയ്ക്കുള്ള ഈ ഒരു ഏരിയയുടെ ഭാഗത്ത് ഒരു ബാലൻസിങ്ങിന്റെ മൂവ്മെന്റ് തരാനുള്ള ചാൻസ് ആയിരിക്കും നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് കാണുന്നത്. ഇതാണ് എനിക്ക് നാച്ചുറൽ ഗ്യാസിന്റെ ഒരു വ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എനർജി സെക്ടറിലും ബുള്ളിയൻ സെക്ടറിലും ഒരു ബാലൻസ് മോഡിലേക്ക് ഒരു മാർക്കറ്റ് ആക്ഷൻ പോസിബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ $77 സിൽവറിന്, $4400 ഗോൾഡിന്, $5300 നമ്മുടെ ഏതാണ് ഒരു ഇന്ത്യൻ റുപ്പിയിൽ വരുന്ന 5300 ക്രൂഡ് ഓയിലിനും 368 നാച്ചുറൽ ഗ്യാസിനും വാച്ച് ചെയ്യുക. ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്സൈഡ് മൊമെന്റം കണ്ടിന്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് 320, ക്രൂഡിനെ സംബന്ധിച്ച് 5080, ഗോൾഡിനെ സംബന്ധിച്ച് $4300, പിന്നെ XNG-USD അതായത് XIG-USD ആയ സിൽവറിനെ സംബന്ധിച്ച് $69 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പൊട്ടയാണെങ്കിൽ ഒരു സെല്ലിംഗ് മൊമെന്റവും സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. സോ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. MCX-ന്റെ കഴിഞ്ഞ 3 മാസം സ്റ്റുപ്പൻഡസ് ആ ട്രേഡിംഗ് നമുക്ക് കിട്ടിയത്. നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ എല്ലാവർക്കും കിട്ടി. നമ്മുടെ പ്രോഫിറ്റ് ഉള്ളവർക്കും MCX നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. MCX സപ്പോർട്ട് പ്ലാൻ ഉള്ളവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ MCX സപ്പോർട്ട് പ്ലാനിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തമിഴിൽ കാണിച്ച നമ്പറിൽ നിങ്ങളൊന്ന് ബന്ധപ്പെടുക. അതിന് 3 മാസത്തേക്ക് ക്വാർട്ടർലി 15,000 rupees ആണ്. ഞാനത് ഇപ്പോൾ ഒരു ഓഫർ കൊടുത്ത് ജാനുവരി വരെ ന്യൂ ഇയർ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഓഫർ ഞാനൊരു 5 days കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ആ 3 മാസത്തെ ക്വാർട്ടർലി പാക്ക് നിങ്ങൾക്ക് ഇപ്പോൾ 10,000 rupees അവൈലബിൾ ചെയ്യാം. സോ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. ടേക്ക് കെയർ ആൻഡ് ഹാപ്പി വീക്കെൻഡ്.